അയ്യോ എന്താടോ ഈ ശവം എവിടെ പോയി കിടക്കുക? ഒന്ന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി എത്ര നേരം കുത്തിരിക്കുക? തനിക്ക് സന്ധ്യ ആയാ പിന്നെ ഈ വെള്ളം അടിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. എനിക്കങ്ങനെ സന്ധ്യ ആവണമെന്നൊന്നുമില്ല. നേരം വെളുത്താ മുതൽ ഇത് തന്നെയാ വിചാരം. പക്ഷെ എന്ത് ചെയ്യാം, പണി ഇതായി പോയില്ലേ. കൊണ്ടുവന്നു പണ്ടാരകാലൻ. ഓ, എവിടെയായിരുന്ന കഴുത ഇതുവരെ? അയ്യോ, മിന്നലല്ലേ? ഉണ്ട്. ഇല്ല, വേണ്ട സാർ. ഇപ്പൊ വരും, ഇപ്പൊ വരും. ഹരിസാറ് എന്താണ് ഇത്ര ലേറ്റ്? എന്താ രണ്ടുപേരും ഇവിടെ? മാധവൻ സാറിനെ കാണാൻ വന്നാ. ഇരിക്കാൻ പറഞ്ഞിട്ടാ പോയത്, അതുകൊണ്ടാ നിൽക്കുന്നത്. മിന്നൽ എവിടെ പോയി? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലേടോ? ആവോ. അതെ 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 അതെ, കൊണ്ടു ചതിച്ചു. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. തുടങ്ങിക്കോ. സാറെവിടെ പോയി? എന്താ ചെയ്യ? പുതിയ പാർട്ടിയാണല്ല. ഒരു കുപ്പി തേൻ മേടിക്കാൻ പറഞ്ഞിട്ട് റമ്മ് വാങ്ങിച്ചോണ്ട് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത അതുകൊണ്ട് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സാറപ്പോ വന്നു എങ്കിൽ പിന്നെ രണ്ട് ഗ്ലാസ് എടുക്ക. സാറ് മതി. താൻ ഇതുവരെ പോയില്ലേ? പോയാ പിന്നെ ഇവിടെ നിൽക്കുവോ? കള്ളു കുടിക്കാൻ കിട്ടാത്തതിലുള്ള ദുഃഖം ഒരു നോൺ വെജിറ്റേറിയനായ സ്വാമി സാറിന് മനസ്സിലാവില്ല. സ്വാമി സാറ് പോ. താൻ ഇവിടെ നിന്നോട്ടോ. മിക്കവാറും തനിക്ക് നാളെ എന്തെങ്കിലും നോക്കും, ഉറപ്പാ. അല്ലാതെ ഇപ്പൊ എന്ത് ഒക്കുവെന്നോ? എന്തൊക്കുന്നു സാറേ? സാറേ സോഡയില്ല, വെള്ളം മതി. ഐസ് വാങ്ങിപ്പിക്കാം. വേണ്ട. Cheers. സാറിനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മിന്നൽ എന്താ നിൽക്കുന്ന? ഞാനല്പം ഫാസ്റ്റാ. സാറേ, എന്താ ഇവിടെ ഈ നടക്കുന്നത്? എത്ര കൊലയാ! പത്രങ്ങൾ എന്തൊക്കെയാ എഴുതുന്നത്? ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന്റെ പേര് ഇത്തിരി ഡള്ളാ. നമുക്കത് മാറ്റാം. ഒഴികെ. ഐ എം സോറി. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. സാർ ക്ഷമിക്കണം. നമുക്ക് ആ ബന്ധം വേണ്ട. ഏത് ബന്ധം? ഞാനിപ്പോ കണ്ടു സാറിന്റെ മിസ്സസും കമ്മീഷണറുടെ ഭാര്യയും കൂടെ ഒരുമിച്ചൊരു കാറിൽ പോകുന്നത്. അത് വേണ്ട. അവര് ആ സ്ത്രീ ശുദ്ധ പിഴയാ സാറേ. സാറ് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അവരെ കുറെ കാലമായിട്ട് അറിയാം. ചോറ് വിളമ്പട്ടെ? എന്താ ഉറങ്ങാൻ ധൃതിയായ? അല്ല, ഉഷക്കുഞ്ഞ് ഇതേവരെ വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കുഞ്ഞു വന്നു എന്ന് തോന്നുന്നു. ലേറ്റായി, ഞാൻ കയറുന്നില്ല. ബൈ ആന്റി. ബൈ.
സോറി ഹരിയേട്ടാ, ഇത്തിരി ലേറ്റായി പോയി. ചോറെടുത്ത് വെക്കട്ടെ? വിശപ്പുണ്ടെങ്കിൽ കഴിച്ചോളൂ. സോറി, ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ഫിറ്റാണല്ലോ. അതെ, ഫിറ്റാകാൻ വേണ്ടി തന്നെ കുടിച്ചത്. ആരോ കളിപ്പിക്കാൻ ഫോൺ ചെയ്തതായിരിക്കും. അതോർത്ത് ഹരിയേട്ടൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ വിഷമമാണെങ്കിൽ പ്രേമാന്റി പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിരുന്നോളാൻ. എന്നോട് വലിയ കാര്യാ. എന്തൊരു നല്ല സ്ത്രീയാണവര്. ഹരിയേട്ടൻ എന്തോന്നും മിണ്ടാത്തെ? കേശവന്നാരെ, എന്തോ കേശവന്നാരെന്താ കമ്മീഷണറുടെ വീട്ടിൽ നിന്ന് പോരാൻ കാരണം? എനിക്കെല്ലാം അറിയാം. കേശവന്നാര് പറഞ്ഞോളൂ. നമുക്കൊന്നും അവിടെ പറ്റില്ല. അതെന്താ? അതിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയുക? ആ സ്ത്രീ ശരിയല്ല. ഹലോ ഹലോ, ഹലോ. റോങ് നമ്പർ. അല്ല, അന്ന് ഉഷയുടെ ഫ്രണ്ട്സ് ഏത് ഹോട്ടലിലാ താമസിച്ചിരുന്നത്? ഹോട്ടൽ സീപ്പേൾ. ഏത് റൂമിലായിരുന്നു? അറിയില്ല, ഞാൻ ചെല്ലുമ്പോ അവര് ലോബിയിൽ നിൽക്കുകയായിരുന്നു. അത് യാത്ര അയക്കാൻ ചെന്നപ്പോഴല്ലേ? ആദ്യത്തെ ദിവസം അവരുടെ കൂടെ റൂമിൽ പോയെന്നോ ഭക്ഷണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞല്ലോ. അന്നും അവർ ലോബിയിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. റൂം നമ്പർ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഉഷ ചെല്ലുമ്പോഴൊക്കെ അവർ ലോബിയിലായിരുന്നു. ശരി, ഉഷയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പത്മിനി. ഹസ്ബൻഡിന്റെ? വിജയകുമാർ. ഓക്കേ ഓക്കേ.